അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാണ്, അൽഹംദുലില്ലാ. വേറെ പ്രശ്നമൊന്നുമില്ല. മോക്ക് ശകലം ഒരു ചെവിയുടെ പ്രശ്നമുണ്ട്. നമ്മള് കാണിച്ചായിരുന്നു. എന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാല് വിഷയമൊന്നുമില്ല. അപ്പൊ ഒരു പാട്ട് തൊട്ട് സ്റ്റാർട്ടിങ് തുടങ്ങാം അല്ലേ? ഒരു പാട്ട് പാടട്ടെ. ഒരു തീ പൂച്ചെടി കാട്ടിൽ പോലെ ഒരു പന്നിക്കുട്ടിയെ പോലെ ഒരു തീ നിന്റെ കണ്ണിൽ കുരുങ്ങിയേ ഉണ്ട കണ്ണിയേ, നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മയങ്ങി രണ്ടാം പിറവിയേ, ഇത് രണ്ടാം പിറവിയേ ആണ് സ്നേഹതീരമേ, എന്റെ സ്നേഹതീരമേ, നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ, ഉണ്ടച്ചന്തി പോലൊരു ഒരു തീ ചിരിപ്പിക്കല്ലേ. ശരി, അപ്പൊ അത് മതി ബാക്കി ഇങ്ങനെ ബാക്കി വരും. പിന്നെ പാട്ടുകൾ ഇങ്ങനെ വരും, ചിലപ്പോൾ അതിലൊക്കെ ചെറിയൊരു ഇതൊക്കെ വരും. കാരണം ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ആർക്കൊണ്ടില്ല. അവിടെ എന്താ പറഞ്ഞാൽ നിന്റെ പിറക്കെ നമ്മളുണ്ടെന്നല്ലേ. ശരി, നമ്മൾ മുമ്പിലല്ലായിരുന്ന, ഇനി അവിടെ പിറക്കെ നമ്മളുണ്ട്. വേറൊന്നുമല്ല, നിന്റെ ഫാമിലി മൊത്തം എടുക്കും. നീ ആറ്റിങ്ങ കരിച്ചീല, നീ എവിടെ കൊണ്ടെന്ന് പറഞ്ഞാലും ശരി, നിന്നെയും നിന്റെ മാപ്പിളരെയും നിന്റെ കൊച്ചുങ്ങളെയും ഹിസ്റ്ററി എടുത്ത് പബ്ലിക് ഇടാതെ. ഇതുവരെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ പൊന്നാ വരുന്നുണ്ട് കേട്ടോ. ബാക്കി ഇങ്ങനെ ചരിത്രം, അവളെ ചരിത്രം മാത്രം. അവൾ ആരായിരുന്നു, എന്തായിരുന്നു, അവളെ എന്നായിരുന്നു, അവളെ സഹോദരൻ എന്തുകൊണ്ട് മരിച്ചു, ഏത് ബീൻ ഫാമിലിയെ കുറിച്ചാണ് പറയട്ടാ. ബീൻ ഫാമിലി അതാണ് പേരെടുത്താണ് പറയുന്നത്. ബീൻ ഫാമിലിയെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് അവളെ സഹോദരൻ തൂങ്ങി മരിച്ചു, എന്ത് കണ്ടിട്ട് മരിച്ചു. ഒരാൾ രണ്ടുപേരൊക്കെ അവൻ ചിലപ്പോൾ അങ്ങ് വിട്ടുപോയേന്. ഇവന്റെ കയ്യിൽ എങ്ങനെ ചെന്ന് പെട്ടു, ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതിനൊക്കെ പ്രൂഫുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു പുരുഷൻ എന്റെ കൂടെ ഹിന്ദു മതത്തിലമ്മ വീട്ടുകാർ ഇവിടെ വേറെ കേസ് പറഞ്ഞ ഓർമ്മണ്ട. ഇവള് പല വീട്ടിലും ജോലിക്ക് പോയതല്ലേ. പല വീട്ടിലും മുതലാളിമാര് പലതും കാണിച്ച് ചെയ്ത് എങ്ങനെ അവളെ പിഴപ്പിച്ചു. അവസാനം വന്ന് പെട്ടിയാണ്. അത് ഇവന്റെ മുഖച്ചായുള്ള ആരെങ്കിലും ഉണ്ടാവുക ആ കുടുംബത്തില്? സ്വന്തര നാണ ഇല്ലടാ എനക്ക്. നീ നോക്കാത്ത നിന്റെ 5 ഇപ്പൊ ലാസ്റ്റ് വന്ന മറ്റേ അവൻ പെരുമ്പാവൂര് വരെ നീ വയ്യാതെ കിടന്നപ്പോ ഇങ്ങനെ കിടന്നില്ലേ? ആ സമയത്തെ ഒരുത്തം വന്ന് ഓർമ്മണ്ട, നിന്റെ ബില്ലൊക്കെ അടച്ച ഓർമ്മണ്ട, എല്ലായിട്ട് വരുന്നുണ്ട്. നിന്നെ വേണ്ട ജീവിച്ച് പൊക്കോട്ടെന്ന് വിചാരിച്ചാ നിന്റെ ഭർത്താവിന്റെ ഫാമിലി എല്ലാം കൊണ്ട് നീ ആറ്റിങ്ങല് നിന്റെ അഡ്രസ്സില് നിന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇന്നല്ല, ഇൻഷാ അല്ലാഹ് ഒരു 2 ദിവസത്തിനകത്ത് നിന്റെ ചരിത്രയുടെയും വരും, നിന്റെ അടിപേര് സഹിതം. പിന്നെ വേറൊരു കാര്യം കണ്ടോ, സ്നേഹതീരം സിഗരറ്റ് വലിക്കുന്നുള്ള കാര്യം ഇവക്കെ സ്നേഹതീരേ നിനക്ക് വെറുതെ പൈസ തന്നാ. ആ സ്നേഹതീരത്തിന് ആ ഇളയനെ സ്നേഹത്തിന്റെ മുഖം നോക്കിയാണ് ഇളയ കൊച്ചിനെ ഒന്ന് പബ്ലിക് കൊണ്ടുപോവാ. എന്നിട്ട് സ്നേഹത്തിന്റെ ഫോട്ടോ വെച്ചാണ് മനസ്സിലാവും. അവന്റെ വൈഫിന് വയസ്സ് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് മനസ്സിലാവും. നിന്റെ അത് ദോസ്താ. എടീ നല്ല ചങ്കുറപ്പുള്ള ഒരുത്ത ഇവിടെ ഉണ്ട്. ഈ 56 വയസ്സായ ഇങ്ങനെ കിടക്കുന്നവനെ മുള കെട്ടി ജീവിക്കുന്ന വേണ്ട. ഇപ്പോഴും നല്ല ഇതിലാണ്, മനസ്സിലായ? ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റും, ഇതിൽ കൂടുതൽ പറയാൻ പറ്റും. പക്ഷെ നിന്നെ എടി പാണ്ട കരമ്പി, എടി മത്തളങ്ങ മോറി, നിനക്ക് വേണ്ടി മാത്രം തുടങ്ങിയാണ്. നീ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നീ നമ്മളെ കരി മൂക്കി വലിക്കുന്ന വലിയടി കാണട്ടെ. നിനക്ക് ഇതിൽ തന്നെ മറുപടി വരും. നീ ഒന്ന് ചിരിച്ചല്ലോ, ഞാൻ അങ്ങനെ പോട്ടടി മയില് പോയി. അറിയാ നിനക്ക്? നമുക്ക് പോയാലേ മയില് പോയി. എനിക്ക് നല്ല ഹെവി ലൈസൻസ്, XRS ലൈസൻസ്, എല്ലാ ലൈസൻസും ഉണ്ട്. അറിയാ നിനക്ക്? എന്റെ കുടുംബം നോക്കാൻ എനിക്ക് നല്ല വൃത്തിട്ട് അറിയാം. നിന്റെ ഈ മറ്റേ ഈ അതിലുള്ളവനല്ല ഞാൻ. എനിക്ക് ഇല്ലാത്ത ലൈസൻസ് ഇല്ല. പിന്നെ അതുകൂടാതെ ഞാൻ 10 വർഷം ഗൾഫിൽ നിന്നവരുണ്ട്. നിനക്ക് എന്നെ കുറിച്ച് അറിഞ്ഞുകൂടാ. നീ പിന്നെ ഞാൻ എന്തെങ്കിലും എടുത്ത് ചാടിയ ഇവളെ ഒരുത്തിയ കാര്യമാണ്. ഇവളാണ് എന്നെ പിടിച്ചു വെച്ചേക്കുന്നത്. ഞാനറിയോ മക്കളിടക്കും എന്ന് പറഞ്ഞ് എപ്പോഴും ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ ഒരു 27 വർഷം സമയവും ഇവള് പറയും, ഇക്ക അങ്ങനെയല്ലേക്ക ഇങ്ങനെയല്ലേക്ക ഇങ്ങനെ അതിന്റെ പേരാണ് ഇപ്പൊ അടങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ നിന്നെ ഈ കാട്ട് സ്ഥലത്ത് നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടൊന്നും എനിക്ക് ചെയ്യാൻ വലിയ താമസം വേണ്ട. നിന്റെ ചേനൽ മൈരും എനിക്ക് വരാനുമില്ല. പിന്നെ ഇനി നിനക്ക് തരുന്ന അങ്ങനെയല്ല, ഇതിൽ കൊടുക്കുന്ന മറുപടി നിനക്ക് പൂട്ടാൻ മതി പൂട്ടടി. എടി കാട്ട് അവല് വാരി
പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, നീ എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ എൻ്റെ വീട്ടിലെ ഫ്രണ്ട് ഇരിക്കുന്നത് ഇട്ട് പബ്ലിക്കിൽ തരുന്നുണ്ട്, അതിനൊക്കെ മറുപടി നീ നമ്മളെ പിടിക്കാൻ നോക്കിയില്ലേ? പിന്നെ നീ ഷംസൂന നീയാണ് ഇട്ടേക്കുന്നത് നിന്റെ ചാനലിൽ. പിന്നെ നീ കുറച്ച് ദിവസം മുമ്പ് വള്ളത്തോൾ നാരായണ മേനോന്റെ മോളായിട്ട് അഭിനയിച്ചില്ലേ, നിനക്ക് കാണിച്ചു തരാം. എടി നിന്റെ എല്ലാ പ്രൂഫും ഉണ്ട്. പിന്നെ ഞാനാന്ന് പറഞ്ഞ പോട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും 10 രൂപ മേടിയെന്ന് മേടിക്കും. പക്ഷെ ഇപ്പൊ നീ അന്ന് പറയില്ലേ, അയ്യോ ഇങ്ങനെ ഇങ്ങനെ അവന്റെ എല്ലാ കരടിയിലാക്കുന്നത് നീ ആരെ പേടിപ്പിക്കാൻ? അഷ്കർക്കാരെന്ന് നീ ഗൂഗിൾ പേ വഴി നീ ബുദ്ധിപൂർവ്വം കളിച്ച് അയാളെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവള് ഗൂഗിൾ പേ വഴി ഇട്ടോളൂ. അത് എന്നിട്ട് പറഞ്ഞ് ഇവളെ അയാള് മേടിച്ചു. നീ എത്ര ആണുങ്ങളെ മേടിച്ചിട്ടേ? ഇതെണ്ട ഒരു മൈര് പോയി, അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ വേണ്ട, സ്ത്രീകളല്ലേ, ആ ഒരു ബഹുമാനം നിനക്ക് തന്നപ്പോ നീ നമ്മളെ തലയിൽ കയറി തൂറി. അങ്ങനെ തന്നെ പറയും. നീ മെനിങ്ങാന്ന് എഴുതി പിടിപ്പിച്ചതാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ വല്ലവളെയും ഭർത്താവിനാ സ്നേഹിക്കുന്നത്. എനിക്ക് ഭാര്യയില്ല, എന്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോയി, എന്റെ ഭാര്യക്ക് സുഖമില്ല, അവള് മുഖേന വന്നവളുണ്ട്, ഇവക്ക് ഭർത്താവില്ല, അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അല്ലാതെ ഒരുത്തന്റെ കീഴിലിരുന്ന പെണ്ണെ ഞാൻ കൊണ്ടുവന്നതല്ല നിന്നെ പോലെ. പിന്നെ നിനക്ക് പണി തരാൻ വേണ്ടി എടി കാട്ട് അവരുവാരി നിനക്ക് തരാൻ വേണ്ടി തന്നെ. നിന്നൊക്കെ ആരടി എങ്ങനെടി അത് പോണ? എനിക്ക് തോന്നൂല. ഇതൊക്കെ ഈ കരടിക്കുട്ടി കണക്കിരിക്കുന്ന വല്ല കരടിക്ക ഈ മനുഷ്യർക്കൊന്നും പറ്റൂല. ലാസ്റ്റത്തെ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ട്. സ്നേഹിക്കാൻ എളുപ്പമാണ്, സ്നേഹിക്കുന്നു എന്ന് അഭിനയിക്കാനും എളുപ്പമാണ്, എന്നാൽ സ്നേഹിക്കപ്പെടുന്നു എന്ന് വിശ്വസിച്ചു വഞ്ചിതരാകുന്നത് മരണതുല്യമായ വേദനയാണ്. ഇത് മഹാകവി ബീൻ ഫാമിലിന്റെ ഈ വർഷത്തെ പുരസ്കാരം നിനക്ക് തരുന്നുണ്ട്. ഇതൊക്കെ പിക്ചർ ഇടും, നീ കണ്ടോ? നിന്റെ ഭർത്താവിന്റെ ഫാമിലി, നിന്റെ ഭർത്താവിന്റെ ഫാമിലി നീ ആരാണ് എന്താണ് കാണിക്കാൻ പോണേ? ഇതുവരെ വേണ്ട വിചാരിച്ചാണ്. അപ്പൊ നീ നമുക്ക് ട്രോളി അല്ലേ? അവന്റെ പട്ടുറുമാള് അവന്റെ പട്ടൊക്കെ ഞാൻ ഊരുക, ഉറുമാലും ഞാൻ ചെയ്തോളാം. ഞാൻ എന്തായാലും പോകണുണ്ട്, അതൊക്കെ എനിക്കറിയാം, സ്ഥലമൊക്കെ എനിക്കറിയാം. എനിക്കറിയാം. ഞാൻ എന്തായാലും പോകുന്നുണ്ട്. ജനുവരിയില്ലേ എനിക്ക് കേസുണ്ട്, മറ്റേ കേസില്ലേ, ആ കേസിന് ഞാൻ പോകുന്നുണ്ട്. മോനെ കാണും, വീഡിയോ പിടി, ഓടിച്ചിട്ടാണെങ്കിലും വീഡിയോ പിടിക്കും, കാണും. നിന്റെ എല്ലാ തെളിവും നമ്മളെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒന്നുകില് അവള് നല്ലവളാണെങ്കിൽ, അല്ല പിന്നെ അവസാനം ഈ കൂത്തുപട്ടിയുടെ കിടക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലവളാണെങ്കിൽ അവൾക്ക് അടുത്ത വീഡിയോ കേൾക്കണോ? അസൂറാത്താരടുത്ത് പറയണം, നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റൂല. നീ എന്നോട് എങ്ങനെയാണ് ഞാൻ തിരിച്ചു സംസാരിക്കും. കാരണം നിന്റെ വായിക്കകത്ത് കിടക്കുന്നത് നാക്കാണെങ്കിൽ അതേ നാവ് തന്നെയാണ് എന്റെ വായിക്കകത്ത് കിടക്കുന്നത്. പക്ഷെ രണ്ടിനും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നറിയോ? ഒരു ഈ അസുറത്ത് കിടക്കുന്ന നാവും ഇവിടെ നാവിന് പ്രശ്നം എന്നറിയോ? അസുറത്ത വൃത്തിയുള്ള സ്ത്രീയാണ്, അതായത് മനുഷ്യ ഗുണത്തിൽപ്പെട്ട സ്ത്രീയാണ്. ഇവളെ നാക്കെന്ന് പറഞ്ഞാലേ പട്ടിക്ക് വായിടുന്ന പുഴ. ഇല്ല, ഉണ്ടാവൂല. കാരണം എന്താണ്? ഇവക്ക് പട്ടി ആയാലെന്ത്, പന്നി ആയാലെന്ത്, യാവനായാലെന്ത്, ഈ റോഡ് സൈഡിൽ രാത്രി വന്നിരിക്കുന്ന പെണ്ണുങ്ങളില്ലേ, എങ്ങനെ 100 രൂപയ്ക്ക് എണ്ണാക്കിട്ട് കൊടുക്കുന്ന അവളാണ് അവള്. ഫോട്ടോ എടുത്ത് നീ അങ്ങോട്ട് പബ്ലിഷ് ചെയ്തപ്പോ നീ ഒന്നുണ്ട് ഐശ്വര്യക്ക് പേര് കിട്ടില്ല. നീ അങ്ങോട്ട് പബ്ലിഷ് നിന്റെ നാവിനേക്കാൾ മൂർച്ചയുണ്ടടി എന്റെ നാവിന്. നിന്റെ നാവിനേക്കാൾ മൂർച്ചയുണ്ട് എന്റെ നാവിന്. നിന്റെ നാട്ടിൽ നല്ല മൂർച്ചയുണ്ട്. നിന്റെ നാട്ടിൽ നല്ല മൂർച്ചയുണ്ട്. എന്താ മൂർച്ചയെന്നറിയോ? കണ്ടോമാരാ. അപ്പൊ ഐച്ചാനേകന്റെ ബാക്കി കേക്കണ്ടേ? ഐച്ചാനേകന്റെ സംസാരം കേട്ടോ? കെട്ടിക്കാത്ത കൊമരീരത്. ഹായ്, അയ്യോ എന്നെ ആൾമാറാട്ടം നടത്തി റിയാക്ഷൻ ചെയ്ത് പറ്റിച്ചേ. അവൾ പറ്റൂ. ഇന്നത്തെ വിഷയം നിസി മജീദ് എന്തിന് ആയിഷ നേഹയായി ആൾമാറാട്ടം നടത്തി എന്ന്. രമണി
ആൾമാറാട്ടം നടത്തി ആരെയും പ്രേമിച്ച് പറ്റിച്ചോ? അതോ ആരുടെ? അപ്പൊ ആരാണ് പ്രേമിച്ച് പറ്റിച്ചത്? ആരെ പ്രേമിച്ച് പറ്റിച്ച്? പെരുമ്പാവൂരുകാരന. മനസ്സിലാവൂലേ നിങ്ങൾക്ക്? പേരെടുത്ത് പ്രത്യേകിച്ച് പറയണ്ട. പെരുമ്പാവൂരുകാരന. ആര് പ്രേമിച്ച് പറ്റിച്ച്? ഇവള് പൈസ ഉണ്ടാക്കി. ഇവള് ഒരാൾക്ക് സുഖമില്ലാതെ പക്ഷേഘാതം വന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ മെഡിക്കൽ കോളേജിൽ ഫ്രണ്ടിൽ റൂം എടുത്ത് ഇവള് കൂടെ പോയി കിടന്ന് അവൻ ഇറങ്ങിയപ്പോൾ ഇവക്ക് വയറ്റിലുമായി. അത് ബീൻ ഫാമിലി. ഇത് കണ്ട എന്നെ കുറിച്ച് ചെയ്തേക്കാണ്. ഇതൊക്കെ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നീ ഇത് സത്യം പറഞ്ഞ അവക്ക് വേണ്ടി മാത്രമാണ്. കാര്യം എന്താ, അവളെ വേണ്ട, ജീവിച്ചു പൊയ്ക്കോട്ടെ, ഒരു പെണ്ണല്ലേ എന്ന് വിചാരിച്ചപ്പോൾ ഇവള് നല്ല തനി ബെഡിയിലെ സുഖം കാണിച്ചു. ഈ റോഡിലൊക്കെ നിൽക്കുന്ന പെണ്ണുങ്ങളില്ലേ, 100-നും 50-നൊക്കെ വായിട്ട് കൊടുത്തും കുനിഞ്ഞു കൊടുക്കുന്ന പെണ്ണുങ്ങളില്ലേ, അങ്ങനത്തെ പെണ്ണുള്ള സുഖം കാണിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ തുടങ്ങുന്നത്. നിങ്ങൾ ഈ മനോട് ക്ഷമിക്കണം. കാര്യം നിവർത്തിയില്ലാതെ വന്നുകൊണ്ടാണ് എന്റെ ഭർത്താവിനെ വെച്ചിട്ട് ചെയ്തേക്കുന്നുണ്ട ഇവള്. എന്നിട്ട് ഇവളിതെല്ലാം പേടിച്ച് ഡിലീറ്റ് ചെയ്തു. അവൾക്ക് സ്ട്രൈക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചാനലിൽ ഇനി 4 ദിവസം മാത്രമാണ് നമ്മളെ ചാനൽ പോയാ അങ്ങ് പോട്ടെ നജ്ല ഷാൻ. പക്ഷേ നജ്ല ഷാൻ തിരിച്ച് കിട്ടുമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയേ, നമുക്ക് ഇപ്പൊ ചാനലില് ചെറിയൊരു വരുമാനം 10-15 കിട്ടുമായിരുന്നു. അപ്പൊ ഇവളെ കാരണം അത് പോണെങ്കിൽ പോട്ടെ, നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നത് എന്നെ എനിക്ക് ഇവളെ മക്കളെയും എൻ്റെ കുടുംബത്തെ നോക്കാനുള്ള നല്ല ചങ്കുറപ്പുണ്ട്. ഞാൻ ജോലി ചെയ്യും. ഞാൻ പറയില്ലേ, ഹെവി ഡ്രൈവറാണ്. ആദ്യം തിരക്കി അറിയാം. ഞാൻ ഹെവി ഡ്രൈവറാണ്. ട്രെയിലർ ലൈസൻസ് ഉള്ള, SRS ലൈസൻസ് ഉള്ളതാണേ. പിന്നെ വല്ലാർപാടത്ത് കയറാനുള്ള ലൈസൻസ് എനിക്കുണ്ട്. ഇവള് വിചാരിക്കുന്നത് നമ്മളെ പട്ടിയിടാൻ പറ്റില്ല. നമ്മളെ അരിയിൽ ഒരു തുള്ളി മണ്ണിടാവൊക്കെ പറ്റില്ല. ഇവളെ ഈ കെട്ടിയാൽ മറ്റേ കടയിൽ പോയിട്ട്, ഗ്ലാസ് കടയിൽ പോയിട്ട് ഓച്ചാനിക്ക് നടക്കുന്നല്ല. നമ്മളൊക്കെ നല്ല സൂപ്പർ ഡ്രൈവർമാരാണ്. പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. വേറൊരു കാര്യം പറഞ്ഞുതരാം. ഉമ്മയെയും വാപ്പായെയും എല്ലാരും ഇപ്പൊ എനിക്കെതിരെ. ഇപ്പൊ എനിക്ക് ഇക്ക മാത്രമേ ഉള്ളൂ. ഞാൻ ഉണ്ട്, ഞാൻ മരിക്കുന്നവരുണ്ടാവും. നീ എന്നെ അവിഹിതം ചേർത്ത് പറഞ്ഞപ്പോഴൊക്കെയാണ് ഞാൻ ഇക്കാരടുത്തോട്ട് അടുക്കുന്നത്. അതായത് ഇവളൊരു കേസ് പറഞ്ഞത് എന്തെന്ന്, റബ്ബർ കാർഡില് കള്ളിച്ചെടി പോലെ ഒരുത്തി അല്ലേ. എടി മത്തങ്ങ മോറി, നിന്റെ മുഖം കണ്ടിട്ട് എവനെങ്കിലും ഒരു തുള്ളി വെള്ളം ഇറക്കുമോ? ഇതിൽ പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞൊണ്ടിക്കാലി ഷെഫീനാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നീ തള്ളി വന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് വെള്ളവും നീ വലിയ അവല് ഭാര്യയല്ലേ. ഞാൻ ഉള്ള ഒരു ദിവസം വന്നാണ്, നീ ഇന്ന് വന്നാണ്. നീ ഒരു ദിവസം വന്നിട്ട് പോയില്ല എൻ്റെ വീട്ടിൽ, ഇവളെ വീട്ടിൽ വന്നിട്ട് പോയില്ലേ. നീ ഒരു ദിവസം വാടി. നിന്റെ ഞൊണ്ടിക്കാലാണ് കപ്പ ആണ് നോക്കാം. പിന്നെ തെറി വിളിക്കുന്നതല്ല. കാരണം എന്താ വെച്ചാൽ എന്നെ ഇത്രയും ദ്രോഹിച്ചവള്. എടി ജീവിക്കാൻ വിടടി. നിനക്കൊക്കെ നമ്മൾ എന്ത് ദ്രോഹം ചെയ്യുന്ന, എന്ത് ദ്രോഹം ചെയ്ത? നീയൊക്കെ കുറേ കയറി മറ്റേ കപ്പേര പൂളക്കകത്ത്. എനിക്ക് ഇങ്ങനെയൊക്കെ വരും കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ സിറ്റിയിലും, ഞാൻ ശരിക്കും ജനിച്ച ഗ്രാമത്തിലാണ്. അപ്പൊ ആ ഭാഷ എനിക്ക് അങ്ങനെ വരും. കപ്പളങ്ങ മോറി. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഒന്നും പറയില്ല. നിനക്ക് ഇങ്ങനെ തുടർത്തുക. നിന്റെ ബാക്കി കേസ് നിന്റെ അഡ്രസ്സിൽ അടുത്ത ബാക്കി വരുന്നുണ്ട്. നിന്റെ മാപ്പിളര അഡ്രസ്സിൽ നീ ആരാണ് എന്താണെന്ന് ലൈവ് നീ വലിയ മുണപ്പ് കാണിക്കുന്നില്ലേ? എടി നീ വലിയ മുണപ്പ് കാണിക്കുന്നില്ലേ? കരിമ്പൂറി ഞാൻ കാണിച്ചു തരാം. നീ ആറ്റിങ്ങക്കാരിയാണല്ലോ. നിനക്കുള്ള പണി ഇതാ വരുന്നേ ഉള്ളൂ. നീ ഇത്ര നേരം പറഞ്ഞ നജിലിന്റെ ബാക്കിൽ ഞാനുണ്ട്, നജില എങ്ങനെ ജീവിക്കും ഓത്ത് കാണിച്ചു തരുന്നു. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.